ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം ഏതാണ്ട് മതതീവ്രവാദികളുടെ കരങ്ങളാൽ അകപ്പെട്ട് കഴിഞ്ഞു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ മണിക്കൂർ കൊണ്ടൊക്കെയല്ലേ കൊലകള്, വെട്ടി നുറുക്കുമല്ലേ. നമ്മൾ പറഞ്ഞേ കേട്ടുള്ളൂ, കയ്യും കാലം ഞാൻ തല്ലുപിടിക്കും കേട്ടോടാ, വെട്ട് ഞാൻ കഴുത്ത് കേട്ടോടാ എന്നൊക്കെ പറഞ്ഞേ നമ്മൾ കേട്ടുള്ളൂ. പക്ഷേ അത് ചെയ്ത് കാണിച്ചു തരാണ്. ഇങ്ങനെ എത്രയെത്ര കൊലകള് ഇപ്പൊ ഈ കൊറോണ കാലത്തോടുകൂടി കുറെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഉണ്ട് ഒരു 19-കാരനെ, സാധുവായ ഒരു പയ്യനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയിട്ട് അടിച്ചു കൊന്നു. ആ തള്ള കരയുന്ന കരച്ചിൽ കണ്ടാല് സാധുവാണ്. ആ ഗുണ്ടായിസം കാണിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തില് ഗുണ്ടായിസം പെരുകുന്നത് സുഡാപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. അപ്പൊ ആ സുടുക്കള് എന്തു വേണമെങ്കിലും ചെയ്യും. കാരണം അവരെ കഴിഞ്ഞു വേറെ ഒന്നുമില്ല. ഭരണ സംവിധാനങ്ങൾ അവരുടെ കയ്യിലാണ്. അവർക്ക് മാത്രമേ വാള് മുറുകെ പിടിക്കാൻ കൈക്ക് കരുത്തുള്ളൂ. ആരെയും വെട്ടാനും കുത്താനും ഒന്നും ഒരു മടിയുമില്ലാത്തവരാണ് തങ്ങളുടെ കയ്യിലാണ് അള്ളാഹു ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഇസ്ലാം സുരക്ഷിതമായിരിക്കണം. കാരണം പഠിച്ചോന് സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് പഠിച്ചോൻ ഇവരെ ഏൽപ്പിച്ചിരിക്കണം. തന്നെയുമല്ല, ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരുപാട് ഭീഷണി പ്രസംഗങ്ങളുണ്ട്. കവലകളിലായിരുന്നു. നിങ്ങള് ബാംഗ്ലൂരിൽ പോയാലും കേരളം വിട്ടിട്ട് ഏത് സംസ്ഥാനത്ത് പോയാലും അവിടെയൊക്കെ ഞങ്ങളുടെ ആളുകളുണ്ട്. ഞങ്ങൾ വെട്ടി നുറുക്കും, നിങ്ങൾ കാക്കി ഊരുന്ന ഒരു ദിവസം വരും, അന്ന് ഞങ്ങളുടെ വാളുകൾ നിങ്ങളുടെ മാംസം തുരക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ടാണ് ഇത്തരം ഭീഷണി പ്രസംഗങ്ങളും കൊലവിളി പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നത്. അതാരും ശ്രദ്ധിക്കാറേയില്ല, അതാരും എടുത്ത് വൈറലാക്കാറുമില്ല, ആക്ഷൻ എടുക്കാറുമില്ല. കാരണം ഇത് തന്നെയാണ്, സമാധാന മതത്തിന്റെ വക്താക്കളായതുകൊണ്ട് ഏത് നിമിഷവും ആ സമാധാനത്തിന്റെ പടവാള് നമ്മുടെ കഴുത്തിന് നേരെ നീങ്ങും എന്ന് ഭയമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന, സുഡുകുഞ്ഞുങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളൊക്കെ SDPIയെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഈ സമൂഹം അധപ്പതിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ സമൂഹത്തെ ഈ ചിന്താഗതിക്കാർ അധപ്പതിച്ചിരിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കിയേ. ഇവരുടെ ഒക്കെ ലക്ഷ്യം ഇതൊരു മതരാജ്യമാക്കുക. ആ മതരാജ്യം സ്ഥാപിക്കാൻ സാധിക്കുന്നത് താലിബാനികളുടെ ഡ്യൂപ്പായിട്ടുള്ള സുഡാപ്പികൾക്ക് മാത്രമാണ്, SDPIക്കാർക്ക് മാത്രമാണ്. അതുകൊണ്ട് അവരുടെ പേര് പറയാൻ ചാനലുകാർക്ക് ഭയം, അവര് ചെയ്ത എന്തെങ്കിലും കിരാതമായ കർമ്മം പറയാൻ ഭയം. അതന്ന് ഇന്ന് ഒരുപാട് ചാനലുകാരും വ്യക്തികളും ഇവരുടെ ഈ ക്രൂരതകളും അഴിഞ്ഞാട്ടങ്ങളും പുറത്തു പറയാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ ചാനലിലൊക്കെ കൊണ്ടുവന്ന് വലിയ സംഭവങ്ങളാക്കുന്ന ചില ആളുകളുണ്ട്. ഞാനൊക്കെ ഈ കൂട്ടങ്ങളെയൊക്കെ നിർത്തി പൊരിക്കല കണ്ടോ. അതുകൊണ്ട് നേരത്തെ ഇവിടെ നാസർ മാഷ് സൂചിപ്പിച്ചു, ഏതൊരു രാജേഷ് അല്ലേ, ഒരു രാജേഷ് ഇവിടെ വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിപ്പോയി. പ്രിയപ്പെട്ട രാജേഷ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നാദാപുരത്തിന്റെ ടൗണിലൂടെ പ്രകടനം പിടിച്ചുപോയ ആളുകളുണ്ട്, RSSകാര്. അത് മുന്നിൽ കുറെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാര് നിൽക്കുന്നു എന്നുള്ള ധൈര്യത്തിന്റെ പുറവില്, ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് RSS ആണെന്നുള്ള ധൈര്യത്തിന് ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ ഹിന്ദു ജാഗരണന്റെയൊക്കെ ആളുകള് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ വംശീയ നിക്ഷേപം നടത്തിക്കൊണ്ട് പ്രകടനം നടത്തി പോകുന്നു. പ്രകടനമൊക്കെ നിങ്ങൾ നടത്തിക്കോ, പ്രശ്നമില്ല. നിങ്ങളുടെ ഹിന്ദു ഐക്യവേദിയുടെ നിലമുതിർന്ന നേതാവ് വത്സൻ തില്ലങ്കേരി, പാപ്പട രാജേഷ് മനസ്സിലാക്കേണ്ടത്, വത്സൻ തില്ലങ്കേരി 40ഓളം RSSകാരുടെയും അതുപോലെ തന്നെ 4 പോലീസുകാരുടെയും RSSന്റെ വലിയ കരിമ്പൂച്ചകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി നിന്നിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നത്. ആ വെല്ലുവിളി, പോപ്പുലർ ഫ്രണ്ടിന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് സുരക്ഷാ വലയത്തിന്റെയും Z കാറ്റഗറി സെക്യൂരിറ്റിയുടെയും ഒക്കെ അകത്തളത്ത് നിന്നുകൊണ്ടാണ്. പാപ്പട്ട രാജേഷിന് ഈ പറയുന്ന Z കാറ്റഗറിയും Y കാറ്റഗറി ഒന്നും ഉണ്ടാവില്ല. പിന്നീട് എല്ലാ കാലഘട്ടത്തിലും വത്സൻ തില്ലങ്കേരിക്ക് ഇതേ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. വത്സൻ തില്ലങ്കേരി ഒന്ന് മനസ്സിലാക്കണം, എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ഉണ്ടാവില്ല. ഒരു നാൾ ഈ സെക്യൂരിറ്റി മാറുന്നൊരു ദിനം വരും. അന്ന് ഷാഹ് സാഹിബിന്റെ നീതി അവിടെ നടപ്പിലാക്കുമെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന് പറയാനുള്ളത്. നിങ്ങളെന്താ കരുതിയത്? ഞങ്ങളെല്ലാം മറന്നു കഴിയുന്ന ആളുകൾ
കുറെ സെക്യൂരിറ്റിമാരുണ്ടെങ്കിൽ ഞങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്ന ആളുകളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരുപക്ഷെ പബ്ലിക്കിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് സെക്യൂരിറ്റി ഒന്നും ഞങ്ങൾക്ക് ഭയമില്ല, പോലീസിനെ ഭയമില്ല, നീതിയുടെ പടവാൾ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൈകളാൽ നീതി നടപ്പിലാക്കാനാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ നീതി നടപ്പിലാക്കും. എത്രയെത്ര കൊലകൾ! ഇവർ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി തീവ്രവാദ ആശയങ്ങൾ യുവതലമുറയിലേക്ക് കുത്തിവെച്ച് അത് മതത്തിന്റെ പരിവേഷമാണ് എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വലിയ ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഭീകരവാദ തീവ്രവാദ ആശയങ്ങളിലൂടെ, ഈ ഭീഷണികളിലൂടെയും കൊലവിളികളിലൂടെയും വലിയ ഒരു വിഭാഗം യുവാക്കളെ മോട്ടിവേറ്റ് ചെയ്യുകയാണിവർ. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി കൊല്ലണം, അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മതനിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഭാഗം SDPI പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് ആണ് ഇവർ ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത്. ഇവരെ എല്ലാവരും ഭയക്കണം എന്നാണ് ഇവരുടെ ഒരു അജണ്ട. കാരണം കണ്ടില്ലേ, പബ്ലിക്കിൽ ഒരു യുവാവ് വിളിക്കുന്ന വെല്ലുവിളിയാ, തില്ലങ്കേരി യൂണിഫോം അഴിച്ചു വെക്കുന്ന ദിവസം നീതി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന്. തില്ലങ്കേരിക്ക് സെക്യൂരിറ്റി ഇല്ലാതാകുന്ന ദിവസം നീതി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന്. ഇവരുടേതാണ് നീതിയെന്ന്. ഇവർ ഈ കേരളത്തിലുള്ളത് കൊണ്ട് വേറെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് പബ്ലിക്കായിട്ട് കൊലവിളികളുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ കേരളത്തിലൂടെ നടക്കാം, പബ്ലിക്കായിട്ട് ഇവർക്ക് ഈ വെല്ലുവിളികൾ നടത്താം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പൊ RSS ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങള് അങ്ങനെ ആകണ്ട, ഇങ്ങനെ ആകണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇവരാരാണ് ഇവരെ ഇങ്ങനെ വളർത്തുന്നത്? ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടതാണ്, പച്ചവെളിച്ചം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കാക്കിയിട്ട ജിഹാദികൾ ഈ കേരളക്കരയിൽ നടത്തിയതൊക്കെ നമ്മൾ കണ്ടവരാണ്. ബാംഗ്ലൂര് പിടിച്ച ആളുകളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസിന് നിർദ്ദേശം കൊടുത്തപ്പോ അയാൾ വളരെ സന്തുഷ്ടനാണ്, സൽസ്വഭാവിയാണ്, മോഡലായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് തിരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത്. അവര് പിടിച്ചപ്പോൾ സകലമാന കൊള്ളരുതായ്മയ്ക്കും ചുക്കാൻ പിടിക്കുന്ന ആൾ ഇദ്ദേഹമാണെന്ന് കണ്ടെത്തിയ DYSPയെ സസ്പെൻഡ് ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പൊ ആ പോലീസിൽ തന്നെ പച്ചവെളിച്ചം എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിലേക്ക് ജിഹാദികൾ നുഴഞ്ഞു കയറുകയും എല്ലാവരുടെയും രഹസ്യമായ വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്യാൻ ഈ കാക്കിയിട്ട ആളുകൾ തന്നെ ഉണ്ടെങ്കിൽ ഇവര് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ മാത്രമല്ല പേരെടുത്ത് പറഞ്ഞ് കണ്ടില്ലേ, ഇപ്പൊ തില്ലങ്കേരിയാ പറഞ്ഞു, പേരെടുത്തു പറഞ്ഞ് ഓരോരുത്തരെയും ഇവര് വധിച്ചുകൊണ്ടിരിക്കും, ഇവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇവര് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം ഇവരുടെ മുഖമുദ്ര തന്നെ വാൾത്തലപ്പായതുകൊണ്ട്. ഇവരുടെ സംഘടന എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. SDPIക്കാരെയാണ് അള്ളാഹു ഇസ്ലാമിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. PDP എന്ന് പറഞ്ഞാൽ ഒരു സംഘടന നിരോധിക്കുമ്പോഴും ഇന്നലത്തെ പഴയ ചോർന്ന് ഇഡലിയാക്കുന്നത് പോലെ പുതിയ സംഘടന രൂപീകരിക്കും. സിമി എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചു അതിന്റെ ഭീകരവാദ പ്രവർത്തനം. കാരണം ആ സംഘടനയുടെ തലപ്പത്തിരുന്ന ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ തന്നെയാണ് അടുത്ത സംഘടനയുടെ തലപ്പത്തുള്ളത്. ഇങ്ങനെ ഇത് കേരളത്തിലാണ് ഈ നടക്കുന്നത് എന്നും കൂടി ഒന്ന് അടിവരയിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നന്ദി.